നമ്മളിന്നൊരു പവർ ബാങ്കിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പവർ ബാങ്കിൻ്റെ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആങ്കറിൻ്റെ 20000 mAh ഒരു പവർ ബാങ്കിൻ്റെ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മികച്ചൊരു പവർ ബാങ്കാണ്. അത് പക്ഷേ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഒരു 2500 ആ ഒരു റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പം നമുക്കൊരു 1000 രൂപ 1200 ആ റേഞ്ചിൽ കിട്ടുന്ന ഒരു ബെസ്റ്റ് പവർ ബാങ്ക്, 20000 mAh കിട്ടുന്ന മികച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പവർ ബാങ്ക്, അതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് 1100 രൂപയായിരുന്നു. ഓഫർ പ്രൈസ് ആയിരുന്നു. നോർമലി ആമസോണിൽ കിടക്കുന്ന പൈസ 1300 ഒക്കെയാണ്. ഒരു ഓഫർ പ്രൈസ് ഉണ്ടായിരുന്ന 1100 അവൈലബിൾ ആയിട്ടുള്ളപ്പോഴാണ് ഞാൻ അത് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, ആംബ്രെയിൻ്റെ സ്റ്റൈലോ 20K. ഇങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്ന പ്രോഡക്റ്റ് വേറെന്തോ പേരാണ്. അത് ഇങ്ങനെയുള്ള ഷേപ്പല്ല. നമ്മൾ ആങ്കറിൻ്റെ പവർ ബാങ്ക് യൂസ് ചെയ്ത പോലെയാണ് ഒരു ഡിസൈനിലൊക്കെയാണ് വരുന്നത്. ആങ്കറിൻ്റെ പവർ ബാങ്ക് കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. എൻ്റെ അൺബോക്സിങ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇത് സ്റ്റൈലോ 20K. ഇത് 2 കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒന്ന് വൈറ്റ്, ഒന്ന് ബ്ലാക്കിൽ. നമുക്കിത് ഞാൻ ബ്ലാക്കാണ് ഓർഡർ ചെയ്തത്. ഞാൻ തുറന്ന് നോക്കുമ്പോൾ അറിയാം ഏത് കളറാണ്. പിന്നെ ഇത് മെയിനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള കാരണത്തെ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ടൈപ്പ് സി ചാർജ് ചെയ്യാനുള്ള പോർട്ട് അവൈലബിൾ ആണ് ഇതിന്. ടൈപ്പ് സി ഉണ്ട്, മൈക്രോ USB പോർട്ടും ഉണ്ട്. ടൈപ്പ് സി ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് പർച്ചേസ് ചെയ്യുന്നത്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ Note 9 ആണ്. അപ്പോൾ എനിക്ക് ടൈപ്പ് സി ഉള്ളത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ 2 ചാർജിങ് കേബിളൊന്നും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അപ്പം ടൈപ്പ് സി ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ കാരണം. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് തുറന്ന് നോക്കാം. പ്രതീക്ഷിച്ച പോലല്ല, അതിനെക്കാട്ടി കുറച്ചുകൂടെ സൈസ് കുറവാണ് കേട്ടോ. പ്രതീക്ഷിച്ചതിനെക്കാട്ടി കുറച്ചുകൂടെ സൈസ് കുറവാണ്. ഇത്രയേ ഉള്ളൂ പ്രോഡക്റ്റ്, കണ്ടില്ലേ? കുറച്ചുകൂടെ ഹാൻഡിയാണ് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സൈസ് കുറവാണ്. നമ്മൾ മറ്റേതൊക്കെ നീളം കൂടുതലാണ്, ഇതിന് വിഡ്ത്ത് ഇച്ചിരി കൂടുതലാണ്. അതുപോലെ തന്നെ പവർ ബാങ്ക് ചാർജ് ചെയ്യാനുള്ള USB കേബിൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടൈപ്പ് സി അല്ല, നോർമലായിട്ടുള്ള USB കേബിളാണ്. പിന്നെ പൗച്ചുണ്ട്, നല്ലൊരു പൗച്ചാണ്. ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ളൊരു അങ്ങനൊരു പൗച്ചാണിത്. പിന്നൊരു റേറ്റിംഗ് കൊടുക്കാനുള്ള കാർഡുണ്ട്. നമുക്ക് ഓൺലൈനിൽ കയറി ഇതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. കൊള്ളാം, ഒരു ഹാൻഡി ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. മറ്റേ ആങ്കറിൻ്റെയൊക്കെ കുറച്ചുകൂടെ ഹൈറ്റുണ്ട്, നീളം കൂടുതലാണ് പ്രോഡക്റ്റ്. പക്ഷേ ഇത് വിഡ്ത്ത് കൂടുതലാണ്, പക്ഷേ കുറച്ചുകൂടെ ഹാൻഡിയാണ്. ഇതിൻ്റെ ഡിസൈനെല്ലാം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ. മറ്റേ ഫ്ലിപ്കാർട്ടിനകത്ത് കിടക്കുന്ന പ്രോഡക്റ്റിന് നീളം കൂടുതലാണ്, ഇതുപോലല്ല. ഇത് ആങ്കറിൻ്റെ പവർ ബാങ്ക് അങ്ങനെയൊക്കെ ആ ഒരു ഷേപ്പിലൊക്കെ ഉള്ള പ്രോഡക്റ്റാണ് ഫ്ലിപ്കാർട്ടിനകത്ത് കിടക്കുന്നത്. രണ്ട് ഫ്ലിപ്കാർട്ടിനകത്ത് അതേ സെയിൽ ചെയ്യുന്നുള്ളൂ, ആമസോണിനകത്ത് ഇതേ സെയിൽ ചെയ്യുന്നത്. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. അതങ്ങനെയാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്യാൻ കാരണം. പിന്നെ ഇത് സ്വിച്ച് ഫെദർ ടച്ചാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പം തന്നെ ഇത് ഓൺ ആവണല്ലേ. പിന്നെ 2 പോർട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ആണ്. നമുക്കിത് യൂസ് ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. പിന്നെ നമ്മൾ കുറേ എൻക്വയറി ചെയ്തപ്പോൾ ആംബ്രേ നല്ലൊരു ബ്രാൻഡാണെന്നാണ് റിവ്യൂ എല്ലാം കിടക്കുന്നത്. നമ്മൾ പവർ ബാങ്ക് ഇറങ്ങുന്ന ടൈം മുതലേ ഉള്ളൊരു ബ്രാൻഡാണ് ആംബ്രേൻ്റെ പ്രോഡക്ട്സ് പവർ ബാങ്കിൽ. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ഞാനൊരു യൂസർ റിവ്യൂ ഇടുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പീസ്. Fuck her in the